വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 16, 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൊരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ദൈവീക ബന്ധത്തിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ച. സവിശേഷമായ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നില്ലേ ഇന്നത്തെ സുവിശേഷം എന്ന് ഞാൻ കരുതുകയാണ്. യേശുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്ന, യേശുവായിട്ട് യഥാർത്ഥത്തിൽ ബന്ധം പുലർത്തുന്ന, യേശുവിന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് സത്യസന്ധമായ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ ഇടവന്നിട്ടുള്ള വ്യക്തികളെയാണ് യേശു തന്റെ സഭയിൽ പ്രത്യേക ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്നതായിട്ട് നാം കാണുന്നത്. ശിഷ്യന്മാരുടെ വ്യക്തിപരമായ അഭിപ്രായം തന്നെപ്പറ്റി എന്താണ് എന്ന് ആരാഞ്ഞ അവസരത്തിൽ ശിഷ്യപ്രമുഖനായ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹാകുന്നു എന്ന് ഉത്തരമായിട്ട് പറഞ്ഞത് പൂർണ്ണ അർത്ഥത്തിൽ യേശു സമ്മതിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം സത്യത്തോട് 100% വിശ്വസ്തത പുലർത്തുന്ന ഒരു ഉത്തരമായിരുന്നു അതെന്ന് തന്നെ. അങ്ങനെ യേശുവിനെ യഥാർത്ഥത്തിൽ വ്യക്തിപരമായ രീതിയിൽ തിരിച്ചറിയാൻ സാധിച്ച ആ ശിഷ്യപ്രമുഖനെയാണ് തന്റെ സഭയുടെ പരമാധികാരിയായിട്ട് യേശു നിയോഗിക്കുന്നത്. അതോടുകൂടെ യേശു കൂട്ടിച്ചേർക്കാൻ മറന്നില്ല, ഈ തരം തിരിച്ചറിവും ഉൾക്കാഴ്ചകളും ലഭിക്കുക ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒന്നാണ്. ദൈവത്തോടുള്ള അടുപ്പത്തിൽ ഉണ്ടാകാൻ ഇടവരുന്ന ഒരു തിരിച്ചറിവാണ് സത്യത്തിനെ പറ്റിയുള്ള തിരിച്ചറിവ്. ഈ തിരിച്ചറിവും ഈ ബന്ധങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളും ജീവിതത്തിൽ പുലർത്താൻ ഇടവരുന്ന വ്യക്തികളെയാണ് യേശു പ്രത്യേക ശുശ്രൂഷകൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്നതായിട്ട് നാം കാണുന്നത്. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ദിശാബോധം എന്തായിരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് കരുതാം.